നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ജ്യൂസിൻ്റെ പരിപാടിയും പിന്നെ കുറച്ച് വാഹനത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നമ്മളങ്ങ് പോയി. ഈ ഒരു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തോട്ട് പോകുമല്ലോ, കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് ഒരു പരിപാടി നടന്നില്ല. ഏതായാലും ഭാഗ്യത്തിനൊരു അൺബോക്സിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഫോണാണ് ഇപ്പം എൻ്റെ ഇരിക്കുന്നത്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഫോണാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചൊരു ഫോണ്. ആർക്കാണെന്നുള്ളതൊന്നും ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി മേടിച്ച അൺബോക്സിങ്ങിന് ചെയ്യാൻ വേണ്ടി എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പഴയ നൈഫ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇതാണ് സാധനം. ഇങ്ങനെ കാണുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഇതിനകത്ത് സാധനമുണ്ട്. യെസ്. അപ്പം എല്ലാവർക്കും സംഗതി കിട്ടി. നാർസോ എന്ന് പറയുന്നൊരു മോഡലാണ്. റിയൽമിയുടെയാണ് ഈ ഫോൺ വരുന്നത്. ബൈ റിയൽമി. അതിൻ്റെ പേര് ഞാനൊന്ന് കാണിച്ചു തരാം. യെസ്, ഇത് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും. ഏതായാലും നമ്മൾ ഈ ഒരു ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 9,999 രൂപയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഹെഡ്സെറ്റ് ഉണ്ട്, ചാർജറുണ്ട്, USB കേബിളുണ്ട്, സിം ഇജക്ടറുണ്ട്, സേഫ്റ്റി ഗൈഡുണ്ട്, ക്വിക്ക് ഗൈഡും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് വരുന്നത് മാർച്ചാണ്. 2021 ഇതിൻ്റെ വരുന്നത്. ഇതിന് കുറച്ചുള്ള സ്പെസിഫിക്കേഷൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 6.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. 13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ് റിയർ ക്യാമറ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. സംഗതി എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് അറിയാം. നല്ല പാക്കിങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. യെസ്, ഇതിനകത്ത് നമ്മൾ കാണുന്ന പോലെ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈഡും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. എല്ലാവർക്കും അത് കാണാം. അയ്യോ, നമ്മുടെ ഫോൺ വന്നു. ടടാൻ, എല്ലാവർക്കും കാണാൻ സാധിക്കും. നമുക്ക് ഏതായാലും കവറിൽ നിന്ന് തുറന്ന് നോക്കാം. ഒലീവ് ഗ്രീൻ കളറാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മീൻസ് കണ്ടിട്ട് തോന്നുന്നത്. ഇതിന് വേറെ പേരുണ്ടോ എന്ന് അറിയത്തില്ല ഈ കളറിന്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഒരു 9,999 രൂപ, 10,000 രൂപയുടെ ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പം 8 സംതിങ്ങിനെങ്ങാണ്ടാണ് ഇപ്പം ഓൺലൈൻ പ്രൈസ് കിടക്കുന്നത്. ഏതായാലും വലിയ കുഴപ്പമില്ല സംഗതി. ബാക്കി വേറെ എന്നൊക്കെ നമുക്ക് ബോക്സിൽ വരുന്നതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഒരു ചാർജറുണ്ട്. ചാർജർ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സൈസാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും വലിപ്പമുണ്ട് ഒരു ചാർജർ. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഡേറ്റ കേബിളുണ്ട്. C ആണ് വരുന്നത്. നോർമൽ USB to C കേബിളാണ് വരുന്നത്. അപ്പം എല്ലാവരും കണ്ടു. ഞാൻ ഈ ഫോൺ ഓപ്പൺ ചെയ്തായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, നല്ല ഇതാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓണാക്കുകയാണ്. യെസ്, സ്റ്റാർട്ടായിട്ടുണ്ട്. റിയൽമി എന്ന് കാണിക്കുന്നുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ്. എന്തായാലും ഓണായി വരട്ടെ. ശരിക്കും ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അതായത് സ്ക്രീൻ ഗാർഡ് ഇതിനകത്ത് തന്നെ ഒട്ടിച്ച് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ. ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വൈഫൈ ഇതിലൊന്ന് കണക്ട് ചെയ്തു. എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാൻ വൈഫൈ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. പിന്നെ ബാക്കി ആസിറ്റീസ് നമുക്ക് നോർമലായിട്ട് ബാക്കിയുള്ള ഫോൺസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ കുറച്ചൊരു സ്പെക്ക് ഞാനൊന്ന് പറഞ്ഞേക്കാം.
അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ റിയൽമിയുടെ ഫോൺ ഞാൻ ഫസ്റ്റ് ടൈമാണ് അൺബോക്സ് ചെയ്യുന്നത്. റിയൽമിയുടെ ഈ പറഞ്ഞൊരു മോഡൽ. ഇതിൻ്റെ ശരിക്കുള്ള കളറിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ലേസർ ബ്ലൂ എന്നാണ് ഇതിൻ്റെ കളർ നെയിം വരുന്നത്. ഇതിനകത്ത് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത് 32 GB ആണ് വരുന്നത്. അപ്പം റേറ്റിൻ്റെ വൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മെമ്മറി ഒരു 32 GB ആയി. പക്ഷേ കുഴപ്പമില്ല, 32 GB ഇപ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോ SD കാർഡും മെമ്മറി കാർഡും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ 3 GB ആണ് ഇതിൻ്റെ റാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമുക്ക് നോർമൽ 2 GB ഇതൊക്കെ മാറി 3 വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽസിലൊക്കെ 8 GB ആണ് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ പക്കായാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പീഡും നമുക്കറിയാം പുതിയ ഫോൺസിലൊക്കെ വരുന്ന പോലെ നല്ല സ്പീഡായിരിക്കും. ഏതായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂവും കൂടെ കറക്റ്റ് പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ള ഇത്. ഏതായാലും ക്യാമറ വരുന്നത് 13 MP ക്യാമറയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒരു ഫ്ലാഷ് വരുന്നുണ്ട്, ഒരു ഫ്ലാഷ്, 2 ക്യാമറാസും വരുന്നുണ്ട്. ഇതിലൊരു സെൻസറും കൂടെയാണ് ഇവിടെ കാണുന്നത്. ഇതിന് റിയർ ക്യാമറ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 13 MP പിന്നെ ഒരു 2 MP ക്യാമറയാണ് വരുന്നത് റിയർ വരുന്നത്. ഫ്രണ്ട് വരുന്നത് 8 MP ക്യാമറയാണ് ഫ്രണ്ട് വരുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ 3 GB റാമും 32 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. റിയർ ഫിംഗർ പ്രിൻറ്റ് അവൈലബിൾ ആണ് ഇതിന്. ഇതിന് 2 ടൈപ്പ് മോഡൽസ് അവൈലബിൾ ആണ്. 4 GB റാം ഉള്ളതും 64 GBയും 64 GB ഇൻറ്റേർണലും അവൈലബിൾ ആണ്. 3 GBയും 32 GB ഇൻറ്റേർണലുള്ള മോഡൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. 18 watts ആണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നത്. ഏതായാലും കുറച്ചുകൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു മെനു ആണ് ഈ കാണുന്നത്. അത്യാവശ്യം എല്ലാവർക്കും സാധാരണ അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നോർമൽ എല്ലാം ഫോൺസിലും വരുന്ന പോലെ തന്നെയാണ്. ക്യാമറയാണെങ്കിലും എല്ലാം ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ അപേക്ഷിച്ച്. പിന്നെ ക്യാമറയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഏതായാലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഇതുവരെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.